CMRL മാസപ്പടി കേസിൽ മെയ് 3 വിധി പറയും. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ നൽകിയ കേസിലാണ് തുടർ നടപടി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. CMRLന് ഭൂപരിധി ലംഘിച്ച് ഇളവ് അനുവദിക്കണമെന്ന അപേക്ഷയിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള രേഖകളാണ് ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ MLAയുടെ അഭിഭാഷകൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. ഇതിനിടെ CMRL കമ്പനിക്ക് സർക്കാർ പ്രത്യേക സഹായം നൽകിയെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാനായില്ല എന്ന് വിജിലൻസ് വിഭാഗം കോടതിയിൽ വാദിക്കുകയും ചെയ്തു. CMRL ഇടപാട് അഴിമതി നിരോധന പരിധിയിൽ വരുന്ന ആരോപണമല്ലെന്നും വിജിലൻസ് അഭിഭാഷകൻ വാദിച്ചു. ഭൂപരിഷ്കരണ നിയമം ലഘൂകരിച്ച് ഭൂമി പതിച്ചു നൽകണമെന്ന് CMRLന്റെ അപേക്ഷ സർക്കാർ നിരസിച്ചതാണെന്നും വിജിലൻസ് കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ വ്യക്തമാക്കി. അതേസമയം അപേക്ഷ പൂർണ്ണമായും നിരസിച്ചതല്ലെന്നും പുതിയ പ്രോജക്റ്റ് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് താൽക്കാലികമായി തള്ളിയതാണെന്നും കുഴൽനാടന്റെ അഭിഭാഷകൻ മറുവാദവും നിരത്തി. വാദങ്ങൾ പൂർത്തിയായതോടെയാണ് ഹർജിയിൽ വിധി പറയാൻ മെയ് 3 കേസ് മാറ്റിയത്. സർക്കാർ നിയന്ത്രണത്തിലുള്ള KMMRLും കരിമണൽ കമ്പനിയായ CMRLും തമ്മിലുള്ള ബന്ധം, CMRLും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്കുമായുള്ള ബന്ധം, കരാറിലൂടെ ഇരു കമ്പനികൾക്കുമുണ്ടായ നേട്ടം, CMRL കമ്പനിയുടെ ഭൂമി തിരിച്ചു പിടിക്കാതിരിക്കാൻ സർക്കാർ നൽകിയ സഹായം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് കോടതി നേരത്തെ ഹർജിക്കാരനായ മാത്യു കുഴൽനാടനോട് ആവശ്യപ്പെട്ടിരുന്നത്. ജനം, തിരുവനന്തപുരം.